യറുമ്പീശ്വരർ ക്ഷേത്രത്തിൽ നിന്നും തിരികെ ഇറങ്ങിയ ഞങ്ങൾ നേരെ പ്രധാന റോഡിലേക്ക് വന്നു. കത്തുന്ന വെയിൽ, വല്ലാതെ ദാഹവും വിശപ്പും. എന്നാൽ ഫുഡ് കഴിക്കാൻ പറ്റിയ നല്ല കടകളൊന്നും ആ പരിസരത്ത് ഇല്ലാതിരുന്നതിനാൽ ഒരു ബോട്ടിൽ വെള്ളവും വാങ്ങി ഞങ്ങൾ തഞ്ചാവൂർ പോകുന്ന ഒരു ബസ്സിൽ കയറി. തഞ്ചാവൂരിലേക്ക് ഇനി ഏകദേശം 50 കിലോമീറ്ററുകൾ ദൂരമുണ്ട്. ഞങ്ങൾ കയറിയ ആ ബസ് തിരക്കില്ലാത്ത റോഡിലൂടെ തഞ്ചാവൂർ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് ബസ് തഞ്ചാവൂരിലെ പെരിയ കോവിലിന് സമീപം എത്തിച്ചേർന്നു. അമ്പലത്തിനടുത്ത് നിന്നും കുറച്ച് മുന്നോട്ട് മാറിയായിരുന്നു ബസ് നിർത്തിയത്. അമ്പലത്തിനു മുന്നിൽ നല്ല തിരക്കാണ്. സന്ദർശകരിൽ കൂടുതൽ പേരും മലയാളികളാണ്. പാദരക്ഷകൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് അവരുണ്ടാക്കുന്ന അനാവശ്യ തിരക്കും അനാവശ്യ പദപ്രയോഗങ്ങളും ഒക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വിഷമകരം ആയിരുന്നു. ഇനി മുന്നോട്ട് കരിങ്കൽ പാകിയ വഴികളാണ്. നടപ്പാതയിൽ കയർ കൊണ്ടുള്ള ചവിട്ടുമെത്തകൾ വിരിച്ചിട്ടുണ്ടെങ്കിലും അതിൽ ചവിട്ടി നടക്കുമ്പോൾ പൊള്ളുന്ന ചൂടാണ്. ഉച്ചസമയത്ത് അതിലെ അങ്ങനെ നടക്കാൻ ഏറെ പ്രയാസം തോന്നി. കാലിൻ്റെ അടിവശത്ത് ആ സമയത്തുണ്ടായ അസഹ്യമായ വേദന പാദങ്ങൾ ആ ചൂടിൽ പൊള്ളി അടർന്നതായിരുന്നുവെന്ന് പിന്നീടാണ് മനസ്സിലായത്. അതിരാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ആണ് ഈ സ്ഥലം സന്ദർശിക്കാൻ ഉചിതം എന്ന് മനസ്സിലായി. യാത്രകൾ അവസാനിക്കുന്നില്ല. അതിനാൽ ഇനിയൊരവസരത്തിൽ അങ്ങനെ ഒരു സമയം തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിച്ചു. കാലത്തെ അതിജീവിച്ച് ഒരു അത്ഭുതമായി നിലനിൽക്കുന്ന ചോള വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട തഞ്ചാവൂർ പെരിയ കോവിൽ, തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം, തിരുവുടയാർ കോവിൽ, രാജരാജേശ്വരം കോവിൽ, അങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്നു. രാജരാജ ചോളൻ ഒന്നാമൻ എന്നറിയപ്പെട്ടിരുന്ന തമിഴ് ചക്രവർത്തിയായ അരുൾമൊഴി വർമ്മനാണ് AD 1002 ചോള രാജവംശത്തിൻ്റെ അന്നത്തെ തലസ്ഥാനമായിരുന്ന തഞ്ചാവൂരിൽ ബൃഹദീശ്വര ക്ഷേത്രത്തിന് അടിത്തറയിട്ടത്. AD 1010 ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായി. ചോള ഭരണകാലത്ത് 11-12 നൂറ്റാണ്ടുകൾക്കിടയിൽ നിർമ്മിക്കപ്പെട്ട ദ ഗ്രേറ്റ് ലിവിങ് ചോള ടെമ്പിൾസ് എന്നറിയപ്പെടുന്ന 3 ചോളകാല ക്ഷേത്രങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രം അതിൻ്റെ ചരിത്രപരവും വാസ്തുവിദ്യാപരവുമായ പ്രാധാന്യം കാരണം യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നു. 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കോട്ട മതിലുകൾക്കിടയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 216 അടി ഉയരമുള്ള ക്ഷേത്രഗോപുരം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയതാണ്. ക്ഷേത്രത്തിൻ്റെ മകുടം ഏകദേശം 80 ടൺ ഭാരമുള്ളതും ഒറ്റപ്പാറയിൽ കൊത്തി എടുത്തതുമാണ്. അതിനെ അത്രയും ഉയരമുള്ള ക്ഷേത്രഗോപുരത്തിനു മുകളിൽ അത്രയും വർഷങ്ങൾക്കു മുന്നേ സ്ഥാപിച്ചവരുടെ കഴിവിനെ അത്രയും ബഹുമാനത്തോടും വിസ്മയത്തോടും കൂടിയാണ് ഞാൻ നോക്കിക്കാണുന്നത്. വർഷത്തിലെ ഏതു ദിവസം ആയാലും ഉച്ചനേരത്ത് ഇവിടത്തെ നിഴൽ നിലത്ത് വീഴില്ല എന്നൊരു പ്രത്യേകത കൂടി ഈ അമ്പലത്തിന് ഉണ്ട്. പ്രവേശന കവാടത്തിൽ തന്നെ 16 അടി നീളവും 13 അടി ഉയരവുമുള്ള ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഒരു വലിയ നന്ദി വിഗ്രഹം ഉണ്ട്. ഇവിടെ ശിവഭഗവാനെ പ്രതിനിധാനം ചെയ്യുന്നത് ഭീമാകാരമായ ഒരു ശിവലിംഗമാണ്. ദക്ഷിണേന്ത്യയിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലും ആ കാലയളവിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രങ്ങളുടെ മാതൃകയായി ചോള രാജവംശത്തിൻ്റെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം മാറി എന്നത് ചോള രാജാക്കന്മാരുടെയും ചോള വാസ്തുവിദ്യയുടെയും മികവ് തന്നെയാണ്. രാജരാജ ചോളൻ്റെ സ്വപ്നങ്ങളും അഭിലാഷങ്ങളും എല്ലായ്പ്പോഴും വളരെ വലുതായിരുന്നു. മനുഷ്യ ജീവിതത്തിനെതിരെ ശാശ്വതമായി നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ ഉന്നത സാന്നിധ്യം ലോകത്തിന് മുഴുവൻ കാണിക്കാൻ അരുൾമൊഴിവർമ്മൻ ആഗ്രഹിച്ചു. അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ വർഷങ്ങൾക്കിപ്പുറം ഇന്നും അത് അങ്ങനെ തന്നെ നിലകൊള്ളുന്നു. ഇന്ത്യൻ കറൻസിയിലും ഈ ക്ഷേത്രം സ്ഥാനം പിടിച്ചിട്ടുണ്ട്. 1954 ഏപ്രിലിൽ ക്ഷേത്രത്തിൻ്റെ വിശാലമായ കാഴ്ചയോടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1000 രൂപയുടെ കറൻസി നോട്ട് പുറത്തിറക്കി. പിന്നീട് ഇന്ദിരാഗാന്ധി ഭരണകാലത്ത് കള്ളപ്പണം തടയുന്നതിൻ്റെ ഭാഗമായി ആ എല്ലാ 1000 രൂപ നോട്ടുകളും അസാധുവാക്കപ്പെട്ടു. കുറച്ചധികം സമയം അവിടെ ചിലവഴിച്ചതിന് ശേഷം ഇനിയും ഒരിക്കൽ കൂടിയെങ്കിലും അവിടേക്ക് വരണം എന്ന് തീരുമാനിച്ച് അവിടെ നിന്നും ഞങ്ങൾ പുറത്തേക്ക് വന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തതിൻ്റെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. തഞ്ചാവൂരിലെ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് ഞങ്ങൾ നടന്നുപോയി. അവിടെയുള്ള ഒരു കടയിൽ നിന്നും ഉച്ചയ്ക്കുള്ള ഫുഡും കഴിച്ച് ജയക്കൊണ്ടം പോകുന്ന ഒരു ബസ്സിൽ കയറി. ഇവിടെ നിന്നും ഏകദേശം 70 കിലോമീറ്ററുകൾ മാറി സ്ഥിതി ചെയ്യുന്ന ഗംഗൈകൊണ്ട ചോളപുരം ആണ് ലക്ഷ്യം. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ വൈകുന്നേരം ആയി കഴിഞ്ഞിരുന്നു. തഞ്ചാവൂർ പോലെ അത്രയ്ക്ക് തിരക്കില്ല, ബഹളങ്ങളും കുറവ്. എല്ലായിടത്തും തത്തകളുടെ ശബ്ദം. ചോള ഭരണകാലത്ത് 11-12 നൂറ്റാണ്ടുകൾക്കിടയിൽ നിർമ്മിക്കപ്പെട്ട ദ ഗ്രേറ്റ് ലിവിങ് ചോള ടെമ്പിൾസ് എന്നറിയപ്പെടുന്ന
3 ചോളകാല ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രവും. ചരിത്രപരവും വാസ്തുവിദ്യാപരവുമായ പ്രാധാന്യം കാരണം ഈ ക്ഷേത്രവും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നു. തൻ്റെ പിതാവായ രാജരാജ ചോളൻ നിർമ്മിച്ച തഞ്ചാവൂർ പെരിയ കോവിൽ കണ്ട് രാജേന്ദ്ര ചോളൻ എന്ന ഗംഗൈകൊണ്ട ചോളൻ അത്ഭുതപ്പെടുകയും അതിൻ്റെ ഒരു പകർപ്പ് നിർമ്മിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്തു. ചോള സാമ്രാജ്യം ഗംഗാനദിയുടെ തീരത്തേക്ക് വ്യാപിപ്പിച്ച രാജേന്ദ്ര ചോളൻ ഒന്നാമൻ്റെ വിജയകരമായ വടക്കൻ പര്യവേഷണത്തിൻ്റെ സ്മരണയ്ക്കായി അദ്ദേഹം ഈ ക്ഷേത്രം നിർമ്മിച്ചു. തൻ്റെ വിജയത്തിൻ്റെ പ്രതീകമായും തഞ്ചാവൂരിൽ നിന്നും മാറി പുതിയ തലസ്ഥാനം സ്ഥാപിക്കുന്നതിനുമായി രാജേന്ദ്ര ചോളൻ ഒന്നാമൻ ഗംഗൈകൊണ്ട ചോളപുരം എന്ന ഈ നഗരം സ്ഥാപിച്ചു. ഗംഗ കീഴടക്കിയ ചോളൻ്റെ നഗരം എന്നാണ് ഇതിന് അർത്ഥം. ഗോപുരം തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രത്തിലേതിനേക്കാൾ അല്പം ചെറുതാണെങ്കിലും ക്ഷേത്രഗോപുരം കൂടുതൽ മനോഹരവും ശില്പങ്ങളാൽ അലങ്കരിക്കപ്പെട്ടതുമാണ്. ഏകദേശം 182 അടി ഉയരമുള്ള ഈ ഘടനയുടെ മുകളിലായി 80 ടൺ ഭാരമുള്ള ഒരു വലിയ ശിലാതാഴികക്കുടം ഉണ്ട്. ഈ ക്ഷേത്രവും ശിവഭഗവാന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. 13 അടി ഉയരമുള്ള ഒരു ശിവലിംഗമായി ശിവഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നു. തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ ഒരു പകർപ്പായിട്ടാണ് മുഴുവൻ ക്ഷേത്ര സമുച്ചയവും രാജേന്ദ്ര ചോളൻ നിർമ്മിച്ചതെങ്കിലും തഞ്ചാവൂർ പെരിയ കോവിലിനേക്കാൾ മികച്ചത് ഗംഗൈകൊണ്ട ചോളപുരം ആണെന്ന് നമ്മൾ അംഗീകരിക്കേണ്ടതായി വരും. 2 നൂറ്റാണ്ടിലേറെക്കാലം ചോള സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരമായിരുന്നു ഗംഗൈകൊണ്ട ചോളപുരം. ദക്ഷിണേന്ത്യയിലെ ചോള കാലഘട്ടത്തിലെ കാലഹരണപ്പെടാത്ത ശില്പങ്ങളുടെ ഒരു കലവറയാണ് ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രം എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. കല, വാസ്തുവിദ്യ, ആത്മീയ ഭക്തി എന്നിവയിലെ ചോള രാജവംശത്തിൻ്റെ നേട്ടങ്ങളുടെ മഹത്തായ പ്രതീകമായി ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രം ഇന്നും നിലകൊള്ളുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിൽ പതിഞ്ഞ ഒരു മനോഹര ചിത്രമാണ് ഗംഗൈകൊണ്ട ചോളപുരം. തൽക്കാലത്തേക്ക് ആ പുരാതന നിർമ്മിതികളോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ജയക്കൊണ്ടം പോകുന്ന ഒരു ബസ്സിൽ കയറി. ജയക്കൊണ്ടം ബസ് സ്റ്റാൻഡിലിറങ്ങി അവിടെ നിന്നും തിരുച്ചിറപ്പള്ളി പോകുന്ന ഒരു ബസ്സിൽ കയറി. തിരുച്ചിറപ്പള്ളി എത്തുമ്പോഴേക്കും രാത്രി ആയിക്കഴിഞ്ഞിരുന്നു. സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന ഒരിടത്തു നിന്ന് ഫുഡും കഴിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി ക്ലോക്ക് റൂമിൽ നിന്ന് ബാഗുകൾ എടുത്ത് വെയിറ്റിംഗ് റൂമിൽ കയറി കുളിച്ച് ഫ്രഷായി അവിടെ നിന്നും രാത്രി 10:50 റോക്ക് ഫോർട്ട് എക്സ്പ്രസ്സിൽ കയറി. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ.